പിന്നെയുണ്ടല്ലോ, ബാംഗ്ലൂരിൽ നിന്ന് പോകുന്നില്ലെന്ന് കുറേ പേര് എന്നോട് ചോദിച്ചു. പോന്നിട്ട് കുറച്ചായി, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ താമസിച്ചു എന്ന് മാത്രം. ഏട്ടന്റെ അനിയൻ ചെറുതായിട്ടൊരു ഒളിമ്പ്യനായിട്ട് വരും. അപ്പോൾ ഡെയിലി ഇങ്ങനെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് ഞങ്ങളും പോയി കൂടെ ജിമ്മിനെ ഗ്രൗണ്ടിലേക്ക് ഒന്ന് ഓടിക്കാന്ന് വിചാരിച്ചു. അവിടെ എത്തിയപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. പിന്നീട് നടന്നത് പണ്ട് സ്പോർട്സ് വിട്ടാളും ഇപ്പൊ സ്പോർട്സിൽ തുടരുന്ന ആളും തമ്മിലുള്ള കസരത്തായിരുന്നു. പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇവർ ഒരുമിച്ചായിരുന്നു പ്രാക്ടീസിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇവർക്ക് നൊക്ലാച്ചി വന്നു എന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചില്ല. ആ പൊതുക്കവും എന്ന് വീണ കൊച്ചിനെ നിങ്ങളൊന്നും മൈൻഡ് ചെയ്തില്ല എന്ന കമന്റ് നിരോധിച്ചിരിക്കുന്നു. അവന്റെ ചെറിയ വീഴ്ചകളിൽ ഞങ്ങൾ ഓടിച്ചെന്ന് പിടിക്കുകയോ അയ്യോ ദേ വീണു എന്ന് പറഞ്ഞ എക്സ്പ്രഷൻസ് ഒന്നും ഇടാറില്ല. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഭയവും അങ്ങനത്തെ എക്സ്പ്രഷനൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അവർക്ക് ചെറിയ പ്രശ്നം വരുമ്പോൾ അവരും അതേപോലെ തന്നെ അത് കാണിക്കാൻ തുടങ്ങും. അത് മാത്രമല്ല, അവർ ആ ചെറിയ കാറ്റ് സോൾവ് ചെയ്യുമ്പോൾ അവരുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും വളരെയധികം കൂടുതലാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ 3 പേരുടെയും ടൈമായിരുന്നു. ഇങ്ങനെ പിള്ളേരോട് കളിക്കുമ്പോൾ അവർക്ക് ടൈം കൊടുക്കുമ്പോൾ എനിക്കെപ്പോഴും ഓർമ്മ വരുന്നത് എൻ്റെ പപ്പയും അമ്മയാണ്. അവർ രണ്ടുപേരും ഒരുപോലെ ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരുമായിരുന്നു. ഇപ്പോഴും ഞങ്ങളൊരു കളി കളിക്കുകയാണെങ്കിൽ അവർ ഞങ്ങളുടെ കൂടെ വരും. 55 വയസ്സിന് മേലെയുള്ളവരാണെന്ന് പറഞ്ഞറിയിക്കേണ്ടി വരും. മഴ പെയ്ത് കഴിഞ്ഞ് ഇതുപോലെ വെള്ളം കിടക്കണ കണ്ട ഉള്ളിലെ കുട്ടി ഉണരുന്നവരാണോ നിങ്ങളും? ഞാൻ എൻ്റെ മോനേക്കാളും ചെറുതായ പോലെ. ഇന്നത്തെ വീഡിയോ ഓർമ്മകളുടെ ഒരു ഏറ് തന്നെയായിരുന്നല്ലേ. പിന്നെ നമ്മൾ കോഴിക്കോടൻ കടി കിട്ടുന്നിടത്ത് ചെന്ന് കടിയും കട്ടനും അടിച്ച് വീട്ടിലേക്ക്